ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുളിച്ച് വന്ന് കുറച്ച് അലോവേര ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഹെയർ ഒന്ന് ഡ്രൈ ആക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ലേറ്റ് ആവുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് അതിലും ലേറ്റ് ആവുന്നുണ്ട്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. കഴിഞ്ഞ SM സ്ട്രീറ്റിലെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. ടോപ്പ് ഇട്ടപ്പോഴും നല്ല കംഫർട്ടബിൾ ആണ്, ലൂസായിട്ട് കിടക്കുന്നുണ്ട്. ഇനി എന്താ, പുതിയതായിട്ടൊന്നുമില്ല. ആസ് യൂഷ്വൽ ഫേസിൽ കുറച്ച് BB ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഐബ്രോ ഫില്ല് ചെയ്യുന്നു, ഐലൈനർ എഴുതുന്നു, പിന്നെ ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, ഇത്രയേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെ കൂടെ കഴിഞ്ഞപ്പം റെഡിയായി. ശരിക്കും പറയാനാണെങ്കിൽ ഈ ഒരു ദിവസം വ്ലോഗ് എടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഷോർട്സ് ഇടുമ്പോൾ എപ്പോഴും എന്താ ലോങ് വീഡിയോ ഇടാത്തത്, വെക്കേഷൻ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത വ്ലോഗാണിത്. അതുപോലെ ബോറടിക്കുമ്പം എന്തൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാനൊരു എപ്പിസോഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും പെൻഡിങ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓണം വെക്കേഷൻ എന്നും പറഞ്ഞിട്ട് വെക്കേഷൻ ഇല്ല, ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ടാണ് ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യാറ്. ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോയി വരുമ്പോഴേക്കും ഷോർട്സ് ഒക്കെ എടുക്കണം. അങ്ങനെ ഇങ്ങനെ മൊത്തം ഒരു ഓർഡർ ഇല്ലാണ്ട് പോവുക. ഷോർട്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുമ്പോൾ ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, ലോങ് വീഡിയോ ഇടുമ്പോൾ ഷോർട്സ് ഇടാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഞാനാണെങ്കിൽ കുറച്ച് ഹാപ്പനിങ് ആയിട്ടുള്ള ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് പറഞ്ഞിരുന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. എല്ലാ ദിവസവും ഭയങ്കര നോർമൽ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നിയപ്പം ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുക, എന്തെങ്കിലും നടക്കുന്നുണ്ടേ നടക്കട്ടെ എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബുക്സ് ഒക്കെ എടുത്തു വെക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ബുക്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, പ്രോഗ്രാമാണ്. ബുക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും എനിക്ക് എൻ്റെ ബാഗിൽ ഒരു ബുക്ക് വേണം. ആ ബുക്ക് വെച്ചാൽ മാത്രമേ ബാഗ് കറക്റ്റായിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ ഇറങ്ങി. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ ചാനലിൽ 21,000+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പേഴ്സണലി ഇതെനിക്ക് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ്. താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും കമന്റ് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഒക്കെ. നമ്മുടെ റൂമിലെ ഫുൾ സൈസ്ഡ് മിറർ എടുത്ത് ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് വൃത്തിയാക്കിയിട്ട് അകത്ത് തന്നെ വെക്കണം. പിന്നെ ഇതാ 2 ബസ്സിലൊക്കെ കയറി അങ്ങനെ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാം ആയിരുന്നു. അത് ഉച്ചവരെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹ്യൂമൻ ലൈബ്രറി എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. അതെങ്ങനെയാന്ന് വെച്ചാൽ ലൈഫിൽ സക്സസ് ആയവർ അവരുടെ ലൈഫ് സ്റ്റോറി ഒക്കെ നമ്മൾ വെച്ച് ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. പോകുന്ന വഴിക്ക് അവിടെയുള്ള ഒരു ക്രാഫ്റ്റ് സ്റ്റോർ കയറിയിട്ട് ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡെയിലി ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഗ്ലൂ ഇല്ല. ഏതോ ഒരു ഷോർട്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിലുള്ള ഗ്ലൂ ഒക്കെ തീർന്നിരിക്കുക. അതൊക്കെ വാങ്ങിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് കയറി. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 2:30, 2:45, 3 മണി ആ ഒരു സമയമായിട്ടുണ്ടാവും. അപ്പോഴേക്കും നന്നായിട്ട് വിശക്കുമ്പോൾ ചോറ് കഴിക്കും. ചോറ് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്ത് എണീക്കുമ്പോൾ നമ്മൾ ജേർണൽ ചെയ്യും. ഇത്രയൊക്കെയാണ് കറന്റ്ലി ലൈഫിൽ സംഭവിക്കാറ്. അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ബാഗിലുള്ള കുറേ ബസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റിലേക്ക് ഇടണമെന്ന്. എന്താണെന്നറിയില്ല, ബസ് ടിക്കറ്റ് കിട്ടുമ്പോൾ ഞാൻ ബാഗിലേക്ക് എടുത്തു വെക്കും. അത് പിന്നെ കളയൂല. അങ്ങനെ കളയാണ്ട് കുറേ ഉണ്ട്. അതൊക്കെ കൂടെ ഒരു ദിവസമാണ് ഞാൻ മൊത്തത്തിൽ എടുത്ത് കളയാറ്. ആ ഒരു ദിവസമാണ് ഇന്ന്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഡെയിലി ജേർണലിംഗ് ചെയ്യുന്നതുകൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇങ്ങനെ പെട്ടെന്ന് നിറഞ്ഞു കവിയുന്നുണ്ട്. പിന്നെ ചോദിക്കാൻ മറന്നുപോയി, എങ്ങനെയുണ്ട് നമ്മുടെ ജേർണലിംഗ് സീരീസ് അല്ല, നമ്മുടെ ജേർണലിംഗ് ചലഞ്ച്. അറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 50 ഡേയ്സിൽ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ജേർണൽ മൊത്തം ഫില്ല് ചെയ്യണം. 50 ഡേയ്സിൽ ഇത് ഫില്ലാവണമെങ്കിൽ 2 സ്പ്രെഡ് വീതം ചെയ്യണം. അതുകൊണ്ട് തന്നെ പറ്റുന്ന പോലെ ഡെയിലി 2 ഷോർട്സ് ഇടാൻ നോക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഷോർട്സിന്റെ ക്യാപ്ഷൻ എഴുതുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡേ 1 ഔട്ട് ഓഫ് 50 സ്പ്രെഡ് 1 എന്ന് എഴുതും. അപ്പൊ ഈവനിങ് ഇടുന്ന ഷോർട്സിൽ തന്നെ ഞാൻ ഡേ 1 ഔട്ട് ഓഫ് 50 തന്നെയാണ് എഴുതുക. കാരണം ഒരേ ദിവസം ഇടുന്ന 2ാമത്തെ ഷോർട്ടാണ്. അപ്പം ഡേ അത് തന്നെയായിരിക്കും, പക്ഷേ സ്പ്രെഡ് 2 ആവും. ഇനിയിപ്പോൾ ഡേ 2 ആണെങ്കിൽ ഡേ 2 ഔട്ട് ഓഫ് 50 സ്പ്രെഡ് 3 വരും. അതുപോലെ തന്നെ അന്നത്തെ തന്നെ സ്പ്രെഡ് 4 കൂടെ വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ എൻ്റെ ബുക്ക് ആർട്ടിൻ്റെ അപ്പർ സെക്ഷന് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ഞാൻ പ്രൊപ്പഗേറ്റ് ആവുമോ എന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. ശരിക്കുള്ള പ്ലാന്റ് പുറത്തുണ്ട്. ഇതിൻ്റെ 2 ലീവ്സ് ഇങ്ങനെ വന്നുകൊണ്ട് വെള്ളത്തിലിട്ടാൽ അഥവാ വേര് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് നോക്കിയതാണ്. ബുക്ക് ആർട്ടിൽ നിന്ന് എടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഒരു ടേബിളിൻ്റെ താഴത്ത് ആ ഒരു സെക്ഷനിലാക്കി വെച്ചു. അതുപോലെ തന്നെ ഈ ഒരു ജേർണലിനെ പറ്റി ചോദിക്കാറുണ്ട്. ഇത് പ്ലെയിൻ ബ്ലാക്ക് കവർ വരുന്ന ഒരു ജേർണലാണ്. ഇതിന്റെ ഫ്രണ്ടിൽ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ പേജസ് ഒക്കെ ഇങ്ങനെ ഫില്ലായിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഉള്ള എൻ്റെ അടുത്ത പരിപാടി ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. ഇതിന് തന്നെ കുറേ ടൈം പിടിക്കും. ഇന്നത്തെ സ്പ്രെഡ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ സമയം ഇരുന്ന് ആലോചിക്കും. അതെല്ലാം കൂടെ ആലോചിച്ച് കിട്ടുമ്പം സാധനങ്ങൾ തപ്പാൻ പോകും. സാധനങ്ങളൊക്കെ സെറ്റായിട്ട് അത് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് വോയിസ്
ഓവർ കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം, കമന്റ്സിന് റിപ്ലൈ കൊടുക്കണം. ഇങ്ങനെയാണ് ഈ ഒരു ദിവസത്തിന്റെ ബാക്കി സമയം പോവാറ്. അതുപോലെ പിറ്റേ ദിവസം രാവിലെ അപ്ലോഡ് ആക്കേണ്ട സ്പ്രെഡും രാത്രി തന്നെ ഇരുന്ന് ചെയ്യും. വോയിസ് ഓവർ ചിലപ്പോൾ ഞാൻ രാവിലെ കൊടുക്കാറ്, ഇല്ലെങ്കിൽ രാത്രി തന്നെ സെറ്റാക്കി വെക്കും. ഇനിയിപ്പോൾ പിറ്റേ ദിവസം ക്ലാസ്സിലൊന്നും പോകാനില്ല എന്നാണെങ്കിൽ ഞാനും രാവിലെയാണ് ചെയ്യാറ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൈൻ ലബന്റെ ഈ ഒരു പാക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ജങ്ക് ജേർണലിംഗ് പോലെയാണ് അന്നത്തെ സ്പ്രെഡ് സെറ്റ് ചെയ്തത്. അതുപോലെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം ഞാൻ പറ്റുന്ന പോലെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കും, ഇല്ലെങ്കിൽ ആ ലോങ് വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ. കമൻസിനൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാറുണ്ട്. ഇപ്പം 2 വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ കുറേ കമൻസ് വരും. അപ്പം ചിലത് കാണാണ്ടായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും പറ്റുന്ന പോലെ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഇപ്പം ക്ലാസ്സും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പണ്ടത്തെ അത്ര ഒരു ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ഫ്ലിപ്പ് ത്രൂ വീഡിയോ പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറേ പേര് ജേർണലിൽ ചെയ്ത പേജസ് ഒക്കെ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറേയൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ഷോർട്സിൽ ചെയ്ത പേജസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ തന്നെ മറിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതൊക്കെ ഞാൻ ചെയ്തതല്ലേ, ഹൈ അങ്ങനെ ഒരു ഇതാണ്. അതുപോലെ തന്നെ ഞാനൊരു ഷോർട്സിൽ ഇങ്ങനെ ഡെയിലി ജേർണൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നല്ല റെസ്പോൺസ് ആണ് തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അതിലൊരാളാണ് ഇത് ഭയങ്കര ബോറടിയാണ്, ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ വേറെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒക്കെ ഞാൻ വേറെ വീഡിയോസ് എടുത്തിടാറുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്കറിയാം, ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും പുറത്ത് പോകുന്ന ആളല്ല. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതാണ് അന്ന് ഷോർട്സിൽ നിങ്ങൾക്ക് ബോറിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചത്. അപ്പം നല്ല റെസ്പോൺസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചലഞ്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വേറെ ഷോർട്സ് ഒന്നും വരുന്നു തോന്നുന്നില്ല. അതാണ് ഇങ്ങനെ ചലഞ്ചൊക്കെ എടുത്തത്. അതുപോലെ അടുത്തതായിട്ട് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ കയ്യിലുള്ള ജേർണൽസ് ഒക്കെ ഒന്ന് കാണിക്കുമെന്ന്. അപ്പം അതൊക്കെ ഒന്ന് കാണിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു ജേർണലാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ചലഞ്ചും കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്തു പോകുന്നത്. ഈ ഒരു ബുക്കാണെങ്കിൽ കുറേ ആയി എൻ്റെ കയ്യിൽ. എവിടെ നിന്ന് വാങ്ങിച്ചാൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പം അടുത്താണ് ഞാൻ ജസ്റ്റ് ഒരു മേക്ക് ഓവർ പോലെയൊക്കെ കൊടുത്തെടുത്തത്. ജസ്റ്റ് ഒരു സീരീസ് പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് പേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ ചലഞ്ച് ആണല്ലോ ചെയ്യുന്നത്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണെങ്കിലും ഒരു പ്ലെയിൻ ബ്ലാക്ക് ജേർണലാണ്. പിന്നെ ഒരു കൊളാബോ അങ്ങനെ എന്തോ വന്നപ്പോഴാണ് ഞാൻ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തത്. റൂൾഡ് ആയിട്ടുള്ള ബുക്കാണ്. ഇത് അച്ഛൻ ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. ആര്യ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു. ഇതിൽ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ജേർണൽ. ഇത് 2023 വാങ്ങിച്ചതാണ്. ആകെ കുറച്ച് പേജസ് മാത്രമേ ഞാൻ ഫില്ലാക്കിയിട്ടുള്ളൂ. ഇതെനിക്ക് ഫില്ലാക്കണമെന്ന് തോന്നാത്ത ഒരു ബുക്കാണ്. എനിക്കിത് ഒരു ഡെക്കോർ പീസായിട്ട് ഫില്ലാക്കാണ്ട് എൻ്റെ കയ്യിൽ വേണമെന്ന് തോന്നുന്നൊരു ബുക്കാണിത്. അതുകൊണ്ട് ഞാനിത് ഫില്ലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആകെ കുറച്ച് പേജസേ ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 2023 ബുക്കാണിത്. ആ ഹൈലൈറ്റ്സ് എഴുതിയിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഇത് രണ്ടും കൊളാബായിട്ട് കിട്ടിയതാണ്. ഇതിൽ സ്മോൾ ബിസിനസിന്റെ കാര്യവും യൂട്യൂബ് കോണ്ടന്റ് ഐഡിയാസ് ഒക്കെ എഴുതി. ഇതാണ് എൻ്റെ OG ഡയറി. ഡയറി എന്ന് പറയാൻ പറ്റൂല, ഞാൻ മൊത്തം പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ വാരി വലിച്ച് എഴുതുന്ന ഒരു ബുക്കാണിത്. ഇതിന്റെ കോലം തന്നെ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് എന്താ ചട്ടയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയൊക്കെ ജേർണൽ എൻ്റെ കയ്യിൽ കാണുമ്പം നിങ്ങളിൽ ചിലർ വിചാരിക്കും, ഓ ചേച്ചിക്ക് എന്ത് സുഖ, എന്താ അടിപൊളി ജേർണലാന്നൊക്കെ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ജേർണൽ എന്ന് പറഞ്ഞ വേർഡ് പോലും അറിയാത്ത കാലത്ത് ഞാൻ ഉണ്ടാക്കിയൊരു ബുക്കാണിത്. അതായത് എൻ്റെ ഒരു 8ാം ക്ലാസ്സിലത്തെ ബുക്കാണിത്. ഇതെന്തോ ഒരു ഡയറിയാണ്. അതിന്റെ മേലെ ഇൻവിറ്റേഷൻ കാർഡിൽ ക്രയോൺസ് കൊണ്ട് വരച്ച് സ്റ്റിക്ക് ചെയ്ത ഒരു കവർ പേജ്. ഉള്ളിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കളേഴ്സ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ്. നമുക്ക് പിൻട്രസ്റ്റ് ഇല്ലാത്ത കാലത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച എന്തൊക്കെയോ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കൊരു 20 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാനൊരു ജേർണൽ എന്നൊക്കെ പറഞ്ഞ ബുക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. ആകെ 2 പ്രാവശ്യമാണ് ഞാൻ വാങ്ങിച്ചത്. ഒന്ന് ഈ വർഷം തുടങ്ങുമ്പോഴും ഒന്നും 2023 വാങ്ങിച്ച ആ ഒരു ബുക്കും, പിന്നെ കൊളാബ് കിട്ടിയതും. അങ്ങനത്തെ ബുക്സ് ഒക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജേർണൽ വേണം അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഡയറിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. മൈ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വരുൺ ധവാന്റെ ശ്രദ്ധേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആനന്ദം എന്ന് പറഞ്ഞ മൂവി റിലീസായ സമയമായിരുന്നു. അതിലെ ഈ സോങ് എനിക്ക് അപ്പോഴും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ലിറിക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിക്സ് ഒക്കെ അപ്പം എന്തോ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമായിരുന്നു. അത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മിന്നാമിന്നി 2012 എങ്ങാനുള്ള ഈ ഒരു മിന്നാമിന്നി എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഞാൻ കയറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എന്തോ എഴുതാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പക്ഷെ എത്ര വർഷമായി ഇങ്ങനെ ഇതുവരെ എഴുതിയിട്ടില്ല. ഇത് നമ്മൾ സ്റ്റിക്കർ കളക്ട് ചെയ്ത് വെക്കുന്ന പോലെയാണ് ഈ സംഭവങ്ങളൊക്കെ. ഇപ്പൊ എൻ്റെ വീഡിയോ 8ാം ക്ലാസ്സിലെ കുട്ടികൾ കാണുന്നുണ്ടാവും, 9ാം ക്ലാസ്സിലെ കുട്ടികൾ കാണുന്നുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ എൻ്റെ ജേർണൽ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനത്തെ ജേർണൽ എനിക്കില്ലാലോ എന്നൊക്കെ വിചാരിക്കുമ്പം എൻ്റെ 8ാം ക്ലാസ്സിലൊക്കെ ഇതാ ഇങ്ങനത്തെ ഡയറി ഇതൊക്കെയായിരുന്നു എൻ്റെ ജേർണൽ. ഇത് തന്നെ ഞാൻ ഫില്ലാക്കിയിട്ടില്ല. ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയോ ഞാൻ പല പേജസിലും ചെയ്തിട്ടുണ്ട്. മൊത്തം ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ എന്തില്ലെങ്കിലും ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഒരു ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഞാൻ കിടന്നു. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.